നമസ്കാരം, ഏവർക്കും കുരിസ്മാനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പാചകത്തെക്കുറിച്ചുള്ള വീഡിയോ അല്ല കേട്ടോ, മറിച്ച് എൻ്റെ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ഏകദേശം 3 മാസം മാത്രം നിലനിൽക്കുന്ന കുറച്ച് ചെടിയുടെ വിശേഷമാണ് നിങ്ങളെ ഞാൻ അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായില്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 മാസം മാത്രം നിലനിൽക്കുന്ന ചെടികളെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ അമേരിക്കയിലാണെന്ന്. അപ്പോൾ അമേരിക്കയിൽ കാലാവസ്ഥ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോൾ സീസണാണ്. ഫോൾ സീസൺ എന്ന് വെച്ചാൽ ഓട്ടം, വിൻ്റർ വരുന്നതിന് മുന്നേ ഉള്ള ഒരു കാലാവസ്ഥ. ഈ കാലാവസ്ഥയിൽ നമ്മൾ ഈ ഇലകളെല്ലാം പച്ച കളറ് കഴിഞ്ഞിട്ട് പിന്നെ അത് മഞ്ഞ കളറിലേക്കാവും. മഞ്ഞ കളറിൽ എന്താണ്ട് ഇതേപോലെ ഓറഞ്ച് കളറായിട്ട് ഈ ചെടികളെല്ലാം അല്ലെങ്കിൽ മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. പക്ഷേ മരങ്ങളാണെങ്കിൽ അത് നന്നായിട്ട്, അത് അടുത്ത ഇത്രയും വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് അത് നിൽക്കും. പക്ഷേ ഒരു അല്ലാത്തൊരു ചെടിയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബോൾസ്യം അല്ലെങ്കിൽ നമ്മൾ സീസണിൽ വളരുന്ന ചെടികളെല്ലാം ആ സമയമാകുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ ഇതുപോലെ ഒന്നും നിൽക്കത്തില്ല. ഇതുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഇവിടെ അമേരിക്കയിലെ കാര്യം പറയുകയാണെങ്കിൽ ബേസ്മെൻ്റ് ഉണ്ട് ഓരോ വീടുകൾക്കും. ഇൻഡിപെൻഡൻറ്റ് വീടുകളാണെങ്കിൽ അതിന് ബേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ബേസ്മെൻറ്റിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെ മാറ്റിയൊക്കെയാണ് നമ്മൾ സാധാരണ ഇവിടുത്തെ ചെടി വളർത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ട്. എൻ്റെ കുറച്ച് വടയുണ്ട്. ഞാൻ ഉഴുന്നുവട കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നു. അതിപ്പം തലേദിവസത്തെ ആയതുകൊണ്ട് ആളെടുക്കത്തില്ല. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇതെൻ്റെ ഒരു അണ്ണാൻ കുഞ്ഞാണ്. അവനെ ഞാൻ കുട്ടൂസ എന്നാണ് വിളിക്കുന്നത്. കുട്ടൂസേ, അവൻ വരുന്നുണ്ടോ എന്തോന്ന് അറിയത്തില്ല. എനിക്കിതൊന്ന് കൊടുത്തു നോക്കാം. കുട്ടൂസേ, വരുന്നില്ല. വരുന്നുണ്ട്. അവൻ കഴിക്കുന്നുണ്ട്. അവന് എൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനത് കഴിക്കുകയാണ്. ഇവൻ കൂടാതെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കാം. ഇവനിപ്പം ഭയങ്കര തീറ്റക്കൊതിയനാണ്. അവനിപ്പോൾ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കും. അവൻ കയറിപ്പോയി. അപ്പോൾ ഇതൊരു കുട്ടി വിശേഷമാണ്. ഇനി അടുത്തത് എൻ്റെ ചെടി കാണിക്കാം. എൻ്റെ ബാൽക്കണിയിൽ ഞാൻ വളർത്തിയിരിക്കുന്ന കുറച്ച് ചെടിയുടെ വിശേഷം കാണിച്ചു തരാം. അപ്പം അതിലേക്ക് പോവാം. ഇപ്പോൾ ആദ്യം ഞാൻ എന്താണ്ട് ഈ ചെടി കാണിക്കാം. ഇതൊരു നമ്മൾ നാട്ടിലെ ജമന്തി പോലൊരു ചെടിയാണ്. ഇത് അത്യാവശ്യം ചുമന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ അത് ഞാൻ നേരത്തെ മേടിച്ചതായതുകൊണ്ട് എൻ്റെ പൂവിൻ്റെ ഭംഗിയൊക്കെ പോയി തുടങ്ങി. ഇത് വേറൊരാളാണ്. ഇതൊരു പർപ്പിൾ കളറിലെ ചെടിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ തീരാറായി. അപ്പോൾ സീസൺ തീരാറാകുമ്പോൾ അതിൻ്റെ കളർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊരു ചെടിയാണ്. പിന്നെ നമ്മളുടെ മലയാളികളുടെ സ്വന്തം കറിവേപ്പിൻ്റെ തൈയാണ്. ഇത് ഞാനിവിടെ പട്ടേൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനകത്ത് അത്യാവശ്യം ഇലയൊക്കെ വീണിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾ സീസൺ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഇലകളെല്ലാം വീണ് എൻ്റെ ഈ ബാൽക്കണി മൊത്തം ചീത്തയായിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയുടെ തൈയുണ്ട്. പിന്നെ ഒരു വറ്റൽ മുളകിൻ്റെ അരി ഇട്ട് കിളിപ്പിച്ച ഒരു മുളകിൻ്റെ തൈ. ഒരു മുളകല്ല, ഒരുപാട് മുളകുണ്ട്. പിന്നെ ഒരു മഞ്ഞ കളറിലെ ഡാലിയുണ്ട്. പിന്നെ ഒരു തുളസിയുണ്ട്. പിന്നെ ഒരു പർപ്പിൾ കളറിലെ ഒരു ചെടിയുണ്ട്. എനിക്ക് ചെടിയുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ. പിന്നെ വേറൊരു മുളകുണ്ട്. മുളകിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. പിന്നെ ഈ ഇലയൊക്കെ വീണ് ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത മുളക്, ഇതിപ്പോൾ സീസൺ തീരാറായി. ഇതിപ്പോൾ എല്ലാം ആ ഒരു പൂവും കൂടെ വരുമ്പോഴത്തേന് അതിൻ്റെ എല്ലാം തീരും. പിന്നെ കാന്താരി മുളക്, ഇതൊരു ഷോയ്ക്ക് വെക്കുന്ന കാന്താരി മുളകാണേ. ഇത് കാന്താരി മുളകാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഷോയ്ക്ക് വെക്കുന്നൊരു മുളകാണ്. അതിനകത്ത് ഓറഞ്ചും ചുവപ്പും മഞ്ഞ നിറത്തിൽ മുളക് വരും. പിന്നെ ഒരു മുളകും കൂടെ ഉണ്ട്, പച്ചമുളക്. പിന്നെ കൊങ്ങിണിയാണെന്ന് തോന്നുന്നു. എൻ്റെ പേരെനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ഒരു പർപ്പിൾ കളറിലെ ഒരു ഡാലിയുണ്ട്. ഇത് ഞാൻ കാണിക്കാം, വേറൊരെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഒരു മഞ്ഞ കളറിലെ ഒരു ചെടി, മഞ്ഞ കളറിലെ റോസ, ചുമന്ന കളറിലെ റോസ. പിന്നെ ഒരു പർപ്പിൾ കളറിലെ ഒരു പൂവുണ്ട്. പിന്നെ എനിക്കൊരു മിൻ്റ് ഉണ്ട്, പുതിന. പിന്നെ നമ്മളുടെ പ്ലാവും മാവും ഞാൻ വെച്ചിട്ടുണ്ട്, ഈ 2 എണ്ണം വീതം. അറിയത്തില്ല കിളിക്കുമെന്ന്. ഇതിനെല്ലാം അകത്താക്കണം. പിന്നെ അച്ചങ്ങ പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ, നമ്മുടെ നാട്ടിൽ കിട്ടണ വള്ളിപ്പയർ,
മെഴുക്കുവരട്ടിയൊക്കെ വെക്കണ വള്ളിപ്പയർ. അത് ഞാനിങ്ങനെ കെട്ടി ഒക്കെ വെച്ചിട്ടുണ്ട്. 4-5 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്ക, പിന്നെ വെള്ളരിക്ക ഒരു 4-5 എണ്ണം വന്നിട്ടുണ്ട്. ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇപ്പോൾ സീസൺ കഴിഞ്ഞല്ലോ, പിന്നെ ഇത് കിട്ടൂല, ചുമ്മാ ഒന്ന് വളർത്തിയെന്നേ ഉള്ളൂ. പിന്നെ മണി പ്ലാന്റ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അത് കണ്ടോ, അവിടെ ഒരു ചരട് തൂക്കിയിട്ടേക്കുന്നുണ്ടോ, ഞാൻ ഉണ്ടാക്കിയതാണ് ആ ചരട്, തൂക്കിയിടുന്ന ചരട്. പിന്നെ ഞാനൊരു സ്ട്രോബെറിയുടെ ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. സ്ട്രോബെറിയുടെ അരിയിട്ട് കിളിപ്പിച്ച സ്ട്രോബെറിയാണ് തൈ. വരുമെന്നൊന്നും അറിയില്ല, സ്ട്രോബെറി വരുമായിരിക്കും. പിന്നെ ഒരു പർപ്പിളും ചുമന്നയും കളറിലെ ഒരു ബോൾസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അത് ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് മുകളിലേക്ക്. പിന്നെ അടുത്ത ഒരു മണി പ്ലാന്റ് ഇങ്ങനെ നന്നായിട്ട് എങ്ങനെ വളർത്തുന്നത് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിങ്ങനെ നന്നായിട്ട് വളർത്തിയെടുക്കുന്നതെന്ന്. അപ്പോൾ അത് ഒരു മണി പ്ലാന്റ്. പിന്നെ ഒരു പിങ്ക് കളറിലെ ഒരു ചെടി, ഇതിൻ്റെ കണ്ടോ, എൻ്റെ ഇലയൊക്കെ ഒരു വേറൊരു രീതിയാണ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളിലൊക്കെ കാണാൻ പറ്റുമല്ലേ. ചിലപ്പം ആ ഒരു കാലാവസ്ഥയായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ചെടി വളർന്നത്. പിന്നെ ഒരു മണി പ്ലാന്റും കൂടെ ഉണ്ട് എനിക്ക്. കുറേ മണി പ്ലാന്റ് ഉണ്ട്. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഞാൻ എടുത്താണ്, 3-4 പ്രാവശ്യമൊക്കെ ആക്കി വെച്ചു. ഇതാണ് എൻ്റെ ബാൽക്കണിയും പിന്നെ എൻ്റെ ചെടി വിശേഷങ്ങളും. അപ്പോൾ കുറച്ചുകൂടെ വിശേഷങ്ങൾ കാണിക്കാനായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, ആ കളേഴ്സൊക്കെ കണ്ടോ, ഓറഞ്ച് കളറായി, മഞ്ഞയായി. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കും. അപ്പോൾ അത്യാവശ്യം എല്ലാ മരത്തിൻ്റെ ഇല ഇങ്ങനെ പൊഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ ഇലയൊക്കെ ഏകദേശം പോയി തുടങ്ങി, മഞ്ഞ കളറായിട്ടുണ്ട് ഇല. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇലയുടെ, കണ്ടോ ഒന്ന് വലിച്ചുണ്ട് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരില. ഒരുവിധമുള്ള എല്ലായിടത്തും ഉള്ള മരങ്ങളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. അപ്പോൾ ഇത് കണ്ടോ, ഈ മരം കാണുമ്പോൾ ഒരു പാട്ട് ഓർമ്മ വരത്തില്ലേ, ഇല പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമലിയും വേദനയിൽ താരാരാരാരാ. എനിക്കതിൻ്റെ മൊത്തം ലിറിക്സ് ഒന്നും അറിയില്ല, അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ പാടാൻ തോന്നി. പിന്നെ ഉള്ളത് പൈൻ മരങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ പൈൻ മരങ്ങൾക്ക് കുറേ കായുണ്ട്. ഈ കായാണ് അണ്ണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കായാണ്. ഇതാണ് ഈ താഴെയൊക്കെ കിടപ്പുണ്ട്, ഒരുപാട് താഴെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ ഈ റീത്തൊക്കെ ഉണ്ടാക്കുമല്ലോ, ക്രിസ്മസ് റീത്ത്, പിന്നെ എന്താ പറയുക, കുറേ ഇങ്ങനെയുള്ള ട്രീസിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പൈൻ ട്രീ. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനെ കൂടെ കാണിക്കാം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. ഇവന്മാരിവിടെ ഉണ്ടായിരുന്നോ? ഇത് നോക്കിക്കേ, ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവനെ ഞാൻ കുട്ടൂസേ എന്നാണ് വിളിക്കണത് കേട്ടോ. അവനെന്തോ അവിടെ തപ്പിപ്പറക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ സീസണിലാണ് ഇവർ ഫുഡ് സേവ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം വിൻ്റർ ആണല്ലോ, അപ്പോൾ ഇവർ കിട്ടുന്ന ഫുഡൊക്കെ അവരിങ്ങനെ ഓരോരുത്തരത്ത് ഇങ്ങനെ കുഴിച്ചൊക്കെ ഇടും. എന്നിട്ട് ഫുഡ് ആവശ്യമുള്ള സമയത്ത് ഇവർ വന്നത് എടുത്തോളും. അവന്മാർ റോഡിലാണ് ഇന്ന് പരിപാടി. അവന്മാർ നല്ല ചബ്ബിയാണ്, നല്ല രസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ഈ വീട്ടിൽ ബാക്കി വരുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുമല്ലോ, ആ ഫുഡൊക്കെ ഞാൻ ഇവന്മാർക്ക് കൊടുക്കുക. അല്ലാതെ ഈ എക്സ്പയർ ആവുന്ന മുമ്പുള്ള ആ ഒരു ദിവസത്തിലുള്ള ഫുഡൊക്കെ ഇവർക്ക് കൊടുക്കും. ചപ്പാത്തി ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷ്വൽസ് തന്നെ നമ്മുടെ ഈ വെളിയിൽ തന്നെ ഉണ്ട്. ഇതൊക്കെയാണ് ചെറിയ വിശേഷങ്ങൾ. ഇനി അപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കാവേ. വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ്ട് ആൾക്കാരെല്ലാം എന്നെ കാണാൻ വന്നിട്ടുണ്ട്. കുട്ടൂസും ഡിങ്കനും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒന്നും പേരിട്ടിട്ടില്ല, കുട്ടൂസിന് മാത്രമേ ഞാൻ പേരിട്ടിട്ടുള്ളൂ. അതാണ്ട് ഇവനാണ് എൻ്റെ കുട്ടൂസൻ, ഈ സൈഡിൽ നിൽക്കുന്ന അവനാണ് എൻ്റെ കുട്ടൂസൻ, അവൻ ഡിങ്കൻ. മറ്റവൻ ഞാൻ പേരിട്ടില്ല, പുതിയ ആളാണെന്ന് തോന്നുന്നു. വട നന്നായിട്ട് തിന്നുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, പുതിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇപ്പം പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ സബ്സ്ക്രിപ്ഷൻ വരുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലിടുമ്പോൾ അതിനൊരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇത്ര വ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഞങ്ങളെ ഈ യൂട്യൂബിൽ അവർ അഡ്വർടൈസ് ചെയ്ത് തുടങ്ങുള്ളൂ. എന്തെങ്കിലും ഒരർത്ഥം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ മാത്രമാണ്. വരുന്ന എൻ്റെ അടുത്ത ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് അവന് കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലും മാത്രമല്ല വീഡിയോസ് ഇടുന്ന എല്ലാവരുടെ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഓരോ വ്ളോഗ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിയേഷന് നിങ്ങൾ തരുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഒരു സബ്സ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ സബ്സ്ക്രൈബ് ബട്ടൺ അല്ലെങ്കിൽ ആ റെഡ് ബട്ടൺ നെക്കിയെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആവശ്യം എനിക്ക് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെൽ ബട്ടനോടെ നെക്കാം. ആ ബെൽ ബട്ടനോട് നെക്കി കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. വേണമെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരുടെ വീഡിയോ ആണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ റിവ്യൂസ് കൂടുതൽ തരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. കുട്ടൂസേ ഇതൂടെ കഴിച്ചോ. അവൻ കഴിക്കുന്നുണ്ടേ. വളരെയധികം സന്തോഷം. താങ്ക് യു. ബൈ.